6 കുരുന്നുകൾക്ക് പുതുജീവൻ പകർന്നു നൽകി ആലൻ ഷെറിൻ എബ്രഹാം എന്ന 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മടക്കം. റോഡ് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകൾ ആലിന്റെ വൃക്കകളും ഹൃദയവാൽവും കരളും നേത്രപടലങ്ങളും ദാനം ചെയ്യും. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലൻ ഷെറിൻ എബ്രഹാം. അവയവങ്ങളുമായി കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് അല്പസമയത്തിനകം ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് തിരിക്കും. ലാൽകൃഷ്ണൻ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ലാൽകൃഷ്ണൻ, ഇതിപ്പോൾ ചരിത്രം കുറിക്കുന്ന നിമിഷമാണ്, നോവായി മാറിയിരിക്കുകയാണ്, പക്ഷേ അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണ് മറ്റൊരു തരത്തിൽ. എപ്പോഴാണ് അവയവങ്ങളുമായി പുറപ്പെടുന്നത്? അമൃത ആശുപത്രിയിൽ നിന്ന് റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് പോകാനാണല്ലോ പരിപാടി. അതെ, തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ എയർ ആംബുലൻസ് എന്ന മാർഗം തന്നെയാണ് പരീക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ സമ്മതപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള താമസവും ഈ എയർ ആംബുലൻസിൻ്റെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ബൈ റോഡ് എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് ഇപ്പോൾ നിലവിൽ ശസ്ത്രക്രിയ നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ വാൾവ്, കരള്, വൃക്ക, അതോടൊപ്പം കണ്ണിൻ്റെ പടങ്ങൾ എന്നിവയെല്ലാം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഏകദേശം 8 മണിയോളം ആകാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് ആംബുലൻസിൻ്റെ സഞ്ചാരം സുരക്ഷിതമല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പൂർണ്ണമായും റോഡ് മാർഗം അവലംബിക്കാമെന്ന് തീരുമാനിച്ചത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ സെക്കൻഡ് സാറ്റർഡേയും അതിനുശേഷം സൺഡേയുമാണ്. സ്വാഭാവികമായിട്ടും റോഡിൽ വലിയ രീതിയിലുള്ള തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലീസ് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര സുഗമമാക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സംസ്ഥാനത്തുടനീളമുള്ള ആളുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് വൈറ്റില വഴി ആലപ്പുഴ കൂടി തിരുവനന്തപുരത്തേക്ക് പോവുക എന്നുള്ളതാണ്. SCT ആശുപത്രി, കിംസ് ആശുപത്രി അടക്കമുള്ള ഇടങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ മാർഗത്തിൽ മറ്റ് തടസ്സങ്ങളില്ലാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. കഴിഞ്ഞ 5-ാം തീയതിയാണ് ഉച്ചയ്ക്ക് 2:30 കൂടി മല്ലപ്പള്ളി സ്വദേശികളായ ഇവർ സഞ്ചരിച്ച കാറിലേക്ക് മറ്റൊരു കാറ് ഇടിച്ചത്. ഇവർ സഞ്ചരിച്ചൊരു വാഗണർ കാറായിരുന്നു. ആ കാറിലേക്ക് മറ്റൊരു കാർ വന്ന് ഇടിക്കുകയായിരുന്നു. കുട്ടിയുടെ മാതാവടക്കം, ആലിൻ്റെ മാതാവും മാതാവിൻ്റെ രക്ഷിതാക്കളുമാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത്. എല്ലാവർക്കും സാരമായി തന്നെ പരിക്കേറ്റു. പക്ഷേ അതിൻ്റെ അകത്ത് 10 വയസ്സുകാരിയായിട്ടുള്ള 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ്റെ പരിക്ക് വളരെ ഗുരുതരമാവുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ചങ്ങനാശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വേണ്ട രീതിയിൽ ഗുണം കാണാത്തതിനെ തുടർന്നാണ് 6-ാം തീയതിയോടുകൂടി കൊച്ചിയിൽ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ വെന്റിലേറ്റർ കഴിഞ്ഞ് കുട്ടി ആരോഗ്യം വീണ്ടെടുക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ് മാതാപിതാക്കൾ അവയവദാനമടക്കമുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനിച്ചത്. കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ, മസ്തിഷ്ക മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചതിന് പിന്നാലെ മാതാപിതാക്കൾ അവയവം ദാനം ചെയ്യാം എന്ന് പറയുകയായിരുന്നു. വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എങ്കിൽ പോലും അതേസമയം തന്നെ കുരുന്നുകൾക്കടക്കം പുതുജീവൻ നൽകാൻ ആ 10 വയസ്സുകാരിക്ക് കഴിയുകയാണ് എന്നുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. അവരിലൂടെ കുഞ്ഞ് ഇനിയും ജീവിക്കും എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രത്യാശ നടക്കുന്നത്. ഇപ്പോഴും കുട്ടിയുടെ മാതാവ് അടക്കമുള്ള ആളുകൾ പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. അവർ കോട്ടയത്തുള്ള ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യ വിദഗ്ധരടക്കമുള്ള ആളുകൾ എത്തിയാണ് അമൃത ആശുപത്രിയിൽ തുടർ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ അവയവങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. റോഡ് മാർഗം ആണ് അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.